അമ്പലങ്ങൾ ആത്മീയ കേന്ദ്രങ്ങളാണ്. അത് അങ്ങനെ തന്നെ നിലനിൽക്കണം. വ്യവസായ താല്പര്യങ്ങളോടെയുള്ള പ്രചാരങ്ങൾ ക്ഷേത്രം എന്ന സങ്കല്പത്തെ തന്നെ നശിപ്പിച്ചു കളയും. ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളായി തന്നെ നിലനിൽക്കട്ടെ. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. തിരുവൈക്കം വാഴുന്ന വൃഷഭവാഹന തൃക്കാക്കൽ വയ്ക്കാം മമ ജന്മം. ആപദ്ബാധയും പ്രതിദോഷവും അടിയനിൽ നിന്നു മകലേണം. ശിവപഞ്ചാക്ഷരി മന്ത്രം മേൽക്കുമേൽ ജപമായ നാവിൽ പുലരേണം. കോട്ടയം ജില്ലയിലെ വൈക്കം എന്ന ചരിത്രപ്രധാനമായ സ്ഥലം. കേരളീയ നവോത്ഥാന ചരിത്രത്തിൽ സുവർണലിപികളാൽ എഴുതപ്പെട്ട പേരാണിത്. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ജാതിയുടെ പേരിലുള്ള അയിത്തത്തിനും അറുതി വരുത്തുന്നതിന്റെ ഭാഗമായി നടന്ന പ്രക്ഷോഭങ്ങളിൽ ഒരു പ്രധാന നാഴികക്കല്ലാണ് ഇവിടം. അവിടുത്തെ അന്നം ഔഷധം പോലെ അടിയനുണ്ണുവാൻ കനിയേണം. കോട്ടയം ജില്ലയിലെ 3 പ്രസിദ്ധമായ ശിവക്ഷേത്രങ്ങളാണ് ഏറ്റുമാനൂർ, വൈക്കം, കടുത്തുരുത്തി എന്നിവ. വൈക്കം എന്ന സ്ഥലത്തിന്റെ പേരിനെക്കുറിച്ച് പുരാണ സംബന്ധിയായ ഒരു കഥയുണ്ട്. ബ്രഹ്മാവിനെ ശിരസ്സു നുള്ളിയെറിഞ്ഞ ശിവൻ ബ്രഹ്മഹത്യയ്ക്ക് പരിഹാരം കാണാനായി ബ്രഹ്മദേവന്റെ തലയോട്ടിയും കയ്യിലേന്തി ഭിക്ഷയാചിച്ചു നടന്നുവെന്നും അനേക സംവത്സരങ്ങൾക്ക് ശേഷം തലയോട്ടി നിലത്ത് വയ്ക്കാം എന്ന് തീരുമാനിച്ച സ്ഥലമാണ് വൈക്കം എന്നുമാണ് വിശ്വാസം. ശംഭോ ശംഭോ തിരുവൈക്കം വാഴും ശിവശംഭോ. ക്ഷേത്രത്തിനെക്കുറിച്ചും ഇതുപോലെ ഒരു കഥ വിശ്വാസികൾക്കിടയിൽ പ്രചാരത്തിലുണ്ട്. പണ്ട് ഖരൻ എന്ന ഒരു അസുരൻ ചിദംബരത്ത് പോയി ശിവനെ തപസ് ചെയ്തു. അവന്റെ കഠിന തപസ്സിൽ സംപ്രീതനായ ശിവൻ പ്രത്യക്ഷനായി. അവന് 3 ശിവലിംഗങ്ങൾ സമ്മാനിച്ചു. ആകാശമാർഗേണ സഞ്ചരിച്ച ഖരൻ വൈക്കത്തെത്തി വിശ്രമിച്ചു. വലം കൈയാൽ ഒരു ശിവലിംഗം വൈക്കത്തും ഇടം കൈയാലൊന്ന് ഏറ്റുമാനൂരും അതേസമയം ഒരു ശിവലിംഗം വായ കൊണ്ട് കടിച്ചെടുത്ത് കടുത്തുരുത്തിയിലും പ്രതിഷ്ഠിച്ചു. വിശ്രമം കഴിഞ്ഞ് പുറപ്പെടാൻ നേരം ശിവലിംഗം എടുക്കാൻ ശ്രമിച്ചിട്ടും അതിന് കഴിഞ്ഞില്ല. ഞാൻ ഇവിടെ കുടികൊള്ളും എന്ന മഹാദേവന്റെ അശരീരി കേട്ടതോടെ പൂജാ ചുമതലകൾ വ്യാഘ്രപാദ മഹർഷിയെ ഏൽപ്പിച്ച് ഖരൻ മുക്തിയടഞ്ഞു. അവിടെ പൂജകളും ജപവുമായി വ്യാഘ്രപാദർ കഴിഞ്ഞുകൂടി. ഒരു വൃശ്ചിക മാസത്തിലെ അഷ്ടമി ദിവസം ശിവൻ പാർവതീ സമേതനായി അവിടെ പ്രത്യക്ഷനായി വ്യാഘ്രപാദരെ അനുഗ്രഹിച്ചു. ഇതറിഞ്ഞ പരശുരാമൻ അവിടെ എത്തുകയും ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. തിരുവൈക്കം വാണരുളും ശിവശംഭോ അങ്ങി തിരുമിഴിയിൽ ത്രിസന്ധ്യകൾ കൂടണയുന്നു. ശിവരാത്രി, തിരുവാതിര മുതലായ നിരവധി ആഘോഷ ദിനങ്ങൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കാണാമെങ്കിലും ശിവപാർവതിമാർ പ്രത്യക്ഷപ്പെട്ട ദിവസമായതിനാൽ വൃശ്ചിക മാസത്തിലെ അഷ്ടമി ദിവസമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവ ദിവസമായി ആഘോഷിക്കപ്പെടുന്നത്. അണിജടയിൽ അമ്പിളിക്കലയിൽ നിന്നുലകിന്റെ അഴൽ തീർക്കും പൂനിലാവിൻ പാലൊഴുകുന്നു. വൈക്കം പട്ടണത്തിന്റെ ഒത്ത നടുക്കാണ് കിഴക്കോട്ട് ദർശനമായി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 8 ഏക്കറിലധികം വിസ്തീർണമുള്ള വിശാലമായ മതിലകം പൂഴിമണ്ണാൽ വിധാനിച്ചിരിക്കുന്നു. ഒരു കോട്ട പോലെ ശോഭിക്കുന്ന ഗജപൃഷ്ഠാകാരമായ മതിലിന്റെ 4 ഭാഗത്തും ഗോപുരങ്ങൾ കാണാം. കിഴക്കേ ഗോപുരം കടന്നെത്തിയാൽ ആനക്കൊട്ടിൽ വ്യാഘ്രപാദർ തപസ് അനുഷ്ഠിച്ചതും ശിവൻ ദർശനം നൽകിയതുമായി വിശ്വസിക്കപ്പെടുന്ന ഒരാൽത്തറ ഇവിടെ കാണാം. അതിനപ്പുറം കൊത്തുപണികളോടുകൂടിയ കരിങ്കൽ തൂണുകളുള്ള മണ്ഡപം. ക്ഷേത്രത്തിൽ വിവാഹം, ചോറൂണ്, ഉത്സവമേളം എന്നിവയെല്ലാം നടക്കുന്നത് ഇവിടെയാണ്. അതിനുമപ്പുറം സ്വർണ്ണക്കൊടിമരം, പിന്നെ ബലിക്കല്ലും ബലിക്കൽപുരയും. നരനായി ജനിച്ചു നരകവാരിധിയിൽ പതിച്ചു
ജപിച്ചു ഹരശംഭോ കരകേറ്റേണം. ബലിക്കൽപുരയ്ക്ക് മുകളിൽ ബ്രഹ്മാവിനെയും അഷ്ടദിക്പാലകരുടെയും രൂപം കൊത്തിയിരിക്കുന്നു. ക്ഷേത്രത്തിന്റെ വടക്കേ ഗോപുരത്തിന് ഒരു ആനവാതിൽ കൂടുതലായുണ്ട്. വൈക്കത്തഷ്ടമി നാളിൽ ഉദയനാപുരം ക്ഷേത്രത്തിൽ നിന്ന് സുബ്രഹ്മണ്യസ്വാമി പിതാവായ മഹാദേവനെ കാണാൻ എത്തുന്ന വഴിയാണ് ഇത്. നമ ശിവായ ജപിച്ചു നാഗത്തളകൾ മിന്നും തൃക്കാൽക്കൽ ഞാനുമൊരു തരി ഭസ്മമായി ചേർന്നലിയേണം. സാധാരണയിലും വലിപ്പമുള്ളതും അണ്ഡാകൃതിയിലുള്ളതുമാണ് ശ്രീകോവിൽ. കരിങ്കലിൽ തീർത്ത ഈ ശ്രീകോവിലിന്റെ ശില്പി പെരുന്തച്ചനാണ് എന്നും ഒരു വിശ്വാസമുണ്ട്. പിന്നീട് വടക്കുംകൂർ രാജവംശത്തിന്റെ കാലത്ത് ഇത് പുനർനിർമ്മിക്കുകയുണ്ടായി. ചെമ്പുമേഞ്ഞ ശ്രീകോവിലിന് മുകളിൽ സ്വർണ്ണ താഴികക്കുടം. ശ്രീകോവിലേക്ക് കടക്കാൻ 6 പടികളാണ്. പടി 6 കടന്നവിടെ ചെല്ലുമ്പോൾ ഏതാണ്ട് 6 അടിയോളം പൊക്കമുള്ള ശിവലിംഗമാണ് പ്രതിഷ്ഠ. ശാന്തസ്വരൂപത്തിലാണ് ശിവൻ ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത്. ശ്രീകോവിൽ ചുമരിൽ മനോഹരമായ ചുവർചിത്രങ്ങൾ കാണാം. രാവിലെ ദക്ഷിണാമൂർത്തി, ഉച്ചയ്ക്ക് കിരാതമൂർത്തി, വൈകുന്നേരം ഗൃഹസ്ഥനായ പരമശിവൻ എന്നീ ഭാവങ്ങളിലാണ് ഇവിടെ മഹാദേവൻ കുടികൊള്ളുന്നത്. ഉത്സവത്തിന്റെ 12ാം നാൾ അഷ്ടമി വരുന്ന തരത്തിൽ 13 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് വൈക്കത്തഷ്ടമി ഉത്സവം. രോഹിണി ദിവസം സന്ധ്യയ്ക്ക് കൂടിപൂജ എന്ന ചടങ്ങാണ്. സകല ദുഃഖ നിവാരകവും സകല ഐശ്വര്യപ്രദായകവുമാണ് അഷ്ടമി ദിനത്തിലെ ക്ഷേത്ര ദർശനം എന്നാണ് വിശ്വാസം. നിരവധി ആഘോഷ പരിപാടികളോടുകൂടി നടക്കുന്ന ഒരു ഉത്സവമാണിത്. അഷ്ടമിക്ക് വടക്ക് ഗോപുരനട തുറക്കും. അതിലൂടെ സുബ്രഹ്മണ്യൻ എഴുന്നള്ളിയാൽ വലിയ കാണിക്കയാണ്. ഒടുവിൽ കൂടിപ്പിരിയലോടെ ആഘോഷങ്ങളുടെ പ്രധാന ചടങ്ങുകൾ അവസാനിക്കുകയായി. പുഷ്പസമുദ്രത്തിലാറാടിയുണരുമാ പുണ്യസ്വരൂപന്റെ നിർമാല്യം. പ്രസിദ്ധ സംഗീതജ്ഞനും വൈക്കം ക്ഷേത്രത്തിലെ നിത്യസന്ദർശകനുമായിരുന്ന ദക്ഷിണാമൂർത്തി സ്വാമികളുടെ അനുസ്മരണാർത്ഥം ദക്ഷിണാമൂർത്തി സംഗീതോത്സവം ഇവിടെ നടത്തപ്പെടുന്നു. ഭക്തിയോടെന്നും തൊഴുതാലെന്തിനും മുക്തിക്കു മറ്റൊരു ഹാലാസ്യം. നരകത്തിൽ നിന്നും കരകേറ്റിയിടണേ തിരുവൈക്കം വാഴും ശിവശംഭോ എന്ന് മലയാളികൾ ആകമാനം വിളിച്ചു പ്രാർത്ഥിക്കുന്ന വൈക്കത്തപ്പന്റെ മഹോത്സവമായ വൈക്കത്തഷ്ടമിയെ നമുക്കും ഭക്തിപൂർവം എതിരേൽക്കാം. ശംഭോ ശങ്കര ഗൗരിപദേ സാംബ സദാശിവ ഗൗരിപദേ